Hi all. A very warm good morning. Good morning all. ഒത്തിരി സന്തോഷം കുറെ പേര് ജോയിൻ ആവുന്നുണ്ട്. അപ്പോ കുറെ പേർക്കൊക്കെ എന്നെ അറിയാൻ മതിയാവും ആൻഡ് കുറച്ച് പേരൊക്കെ ന്യൂ ആയിരിക്കാം. As it is a free class, let me introduce myself. I am Afna Abdul Nafi, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. കോഴിക്കോട് പുറക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക് ഒക്കെ നടത്താണ്. സൈക്കോളജി സ്റ്റുഡൻസിന് 6 വർഷമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG, ഇപ്പൊ കണ്ണൂര്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻസ്, കേരള യൂണിവേഴ്സിറ്റി ഒക്കെയായിട്ട് 1.5 വർഷമായിട്ട് ഇഗ്നോക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൈക്കോളജിയാണ് മെയിൻ, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇലക്ടീവ് പേപ്പേഴ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിന്റെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് ആണ്. അതായത് ഇന്ത്യയെ കുറച്ചുകൂടി, ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യയല്ല, ഇന്ത്യ എന്ന രാജ്യത്തുള്ള സൊസൈറ്റി, അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് ആരാ? അവിടെ ജീവിക്കുന്ന ആളുകൾ അല്ലെ, അതാണ് സൊസൈറ്റി. അവിടുത്തെ കൾച്ചർ, നേച്ചർ, ആളുകളുടെ സ്വഭാവം അല്ലെ. നമ്മൾ ഇന്ത്യക്കാരുടെ സ്വഭാവം നമുക്കറിയാം അല്ലെ. ശരിക്കും 28 രാജ്യമാക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലേ. എന്താണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന പോലെ ഡൈവേഴ്സ് ആണ്. പല ഭാഷകൾ സംസാരിക്കുന്നു, എന്നാലും ഒത്തിരിയൊക്കെ കൾച്ചർ നമ്മളത് ഒരേപോലെയാണ്. നമ്മളൊരു കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയാണ്. 2 രീതിയിലുള്ള സൊസൈറ്റീസ് ആണ് ഉള്ളത്. ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയും കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയും. ഇൻഡിവിജ്വലിക് സൊസൈറ്റി ആണ് അവരവരുടെ സ്വന്തം കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം. മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, അതൊന്നും അവർ വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. നേരെ മറിച്ച് നമ്മൾ കളക്ടിവിസ്റ്റിക് സൊസൈറ്റി, ഏഷ്യ ഭൂഖണ്ഡം കുറെ കൂടെ കളക്ടിവിസ്റ്റിക് സൊസൈറ്റി. നമ്മളൊരു ഗ്രൂപ്പ് അഡ്മയർ ചെയ്യണം, നമ്മളെ ഗ്രൂപ്പ് അംഗീകരിക്കണം. അതായത് സൊസൈറ്റിനെയാണ് നമ്മൾ കുറെ കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഇൻഡിവിജ്വലിക് സൊസൈറ്റീസ് ആണ്. വ്യത്യാസം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ അവര് 18 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ, മെച്ചുവർ ആയി കഴിഞ്ഞാൽ അവര് തന്നെ പോയി, പുറത്ത് പോയി പഠിച്ച് ഒറ്റയ്ക്ക് അവര് ജോലി ചെയ്ത് കാശുണ്ടാക്കി പഠിക്കും. അവര് അമ്മയുടെ അച്ഛന്റെ കൂടെ നിൽക്കില്ല. നമ്മളെങ്ങനെ വാഴണം വരെ അമ്മയുടെ അച്ഛന്റെ കൂടെ, ആ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടത്തില്ല. അതാണ് കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയുടെയും. അവര് കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കും, എന്നിട്ട് അവരെ അവസാന കാലം കുട്ടികൾ അവരെ നോക്കണമെന്നൊന്നുമില്ല. വെസ്റ്റേണേഴ്സിന് അവര് സമ്പാദിച്ചു വെച്ച കാശ് വെച്ചിട്ട് അവർ നല്ലൊരു കെയർ ഹോം ഇപ്പം ആ വാക്ക് കുറച്ചുകൂടെ പരിചിതമാണ്. കാരണം ഒത്തിരി വിദേശത്ത് പോകുന്ന കുട്ടികളൊക്കെ കെയർ ഹോമിൽ, അവരതിനായിട്ട് പൈസ സ്വരൂപിച്ചു വെക്കും. എന്നിട്ട് കെയർ ഹോമിൽ പോയിട്ട് അവിടെ ശിഷ്ട സമയം ചെലവഴിക്കും. അതാണ് ചെയ്യലാണ്. നമ്മളെപ്പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് സ്വത്തും മുതലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് എന്നിട്ട് കുട്ടികളെ നമ്മളെ അടുത്ത് നിന്ന് പോകാൻ സമ്മതിക്കാതെ വെക്കുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കൾച്ചറാണ് നമ്മളത്. കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയാണ് നമ്മളത്. പുറത്ത് ഇൻഡിവിജ്വലിക് സൊസൈറ്റിയാണ്. സോ ഇന്ത്യൻ സൊസൈറ്റി എന്താണ്? ഇന്ത്യൻ സൊസൈറ്റി എന്തൊക്കെയാണ് അതിന്റെ കൾച്ചർ, സിവിലൈസേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ, അതായത് ഇന്ത്യയെ അറിയാം അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരെ അറിയാം. ഇതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ഇലക്ടീവ് പേപ്പർ ആണ്, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള ലെവലിൽ നോക്കാം. മിക്കവാറും ഇന്നും നാളെയും ആയിരിക്കും. അതായത് ഈ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആയിരിക്കും. അതിനുശേഷം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്നാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പേര്. BSOG 171. 3 ബ്ലോക്കാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. 3 ബ്ലോക്ക്. അത് ഐഡിയാസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ്സസ്, ക്രിട്ടിക്സ്. ഇങ്ങനെ 3 ബ്ലോക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിലാണെങ്കിൽ സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, ഇന്ത്യ ആസ് കോളനി, നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഉണ്ട്. സെക്കൻഡ് ബ്ലോക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ വില്ലേജ് ഇന്ത്യ, അർബൻ ഇന്ത്യ, ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ. എന്തോരം ലാംഗ്വേജ് ആണല്ലേ. ഇപ്പൊ ഈ മണിപ്പൂരിലും മിസോറാംസിലും ഒക്കെയുള്ള കുഞ്ഞു സ്റ്റേറ്റ്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് അല്ല അടുത്ത സ്റ്റേറ്റിന്. അതൊക്കെ ഇങ്ങനെ ഒരു ട്രൈബ്സ് ആണല്ലോ. ഒരു ട്രൈബിന്റെ ലാംഗ്വേജ് അല്ല അടുത്ത ട്രൈബിന്, വ്യത്യസ്തമാണ്. അങ്ങനെ
ഒത്തിരി ലാംഗ്വേജ് ഉള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. കാസ്റ്റ് ആൻഡ് ക്ലാസ് പിന്നെ പറയണ്ട അല്ലെ, കാസ്റ്റും ക്ലാസ്സും ഒക്കെ നമ്മുടെ കേരളത്തിലെ പോലെയല്ല. നോർത്തിലേക്കൊക്കെ ഫുള്ള് കാസ്റ്റും ക്ലാസ്സും ആണ്, ട്രൈബ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഫാമിലി ആൻഡ് മാരേജ് സിസ്റ്റം അല്ലെ, നമ്മുടെ ഫാമിലി ആൻഡ് മാരേജ് സിസ്റ്റം ഒത്തിരി ഡിഫറെന്റ് ആണ്. ശരിക്കും നമ്മൾ സൈക്കോളജിക്കാരൊക്കെ പറയും ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ മാത്രമാണ്. അതിന്റെ അപ്പുറത്തോട്ടാണ് ഹസ്ബൻഡിന്റെ പാരന്റ്സും വൈഫിന്റെ പാരന്റ്സും, അതിന്റെ അപ്പുറത്താണ് ഹസ്ബൻഡിന്റെ സിബ്ലിങ്സ്, വൈഫിന്റെ സിബ്ലിങ്സ്. ഇവിടെ അങ്ങനെയൊന്നല്ല. ഇപ്പം ഹസ്ബൻഡിന്റെ വൈഫിന്റെ കാര്യം തീരുമാനത്തില് അപ്പുറത്തുള്ള എവിടെയോ കിടക്കുന്ന എക്സ്റ്റെൻഡഡ് ഫാമിലിയൊക്കെ, ഫാമിലി ആൻഡ് മാരേജസ്, പിന്നെ കിൻഷിപ്പ്, എക്സ്റ്റെൻഡഡ് ഫാമിലീസിനെ പറ്റിയിട്ട്, പിന്നെ ക്രിട്ടീസ്, ക്ലാസ്, പവർ, ഇൻഇക്വാലിറ്റി. അറിയാലോ, ഇക്വാലിറ്റി ഒട്ടും ഇല്ലാത്ത, ഇപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, അലിഖിതമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. കുറച്ചു മുന്നേ ഒരു ITI പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഫാത്തിമ എന്നൊരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ജാതിയുടെ പേരിലായിരുന്നു പ്രശ്നം. അവൾ എണീറ്റ് പോയാൽ, അവള് PhD സ്കോളർ എങ്ങാണ്, അവൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ അവൾ ഇരിക്കുന്ന ഇരിപ്പിടം പോലും തുടച്ചു കളയാം. അവളുടെ ഈ ഒരു ജാതിയുടെ പേര് പറഞ്ഞ് അവൾ അധിക്ഷേപിക്കും. കാണാം നമുക്ക് അല്ലെ. അപ്പൊ ഇൻഇക്വാളിറ്റി ഇന്നും വളരെ പ്രോമിനന്റ് ആയിട്ട്. ഇന്നലെ ഞാനൊരു കപ്പിൾസിന് വെട്ടിക്കൊന്ന വാർത്ത വായിക്കുകയുണ്ടായി. അത് ജാതി മാറി ഇതിനെ കൊണ്ടാണ്. നമ്മുടെ കെവിൻ, അങ്ങനെ ഒത്തിരി ക്ലാസ്, പവർ, ഇൻഇക്വാലിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. പിന്നെ റെസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. ഇങ്ങനെ 12 ചാപ്റ്ററുകളാണ് നമുക്ക് ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ പഠിക്കാൻ ഉള്ളത്. 100 മാർക്കിനാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന പേപ്പർ നമുക്ക് വരുന്നത്. അപ്പൊ പെരിഫറൽ ആയിട്ട് എന്താണ് ഇന്ത്യൻ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മതി, നോന്ന് അയച്ചാൽ മതി. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഫ്രീ ക്ലാസ് അല്ലേ, ചോദിക്കാൻ പറ്റും, അങ്ങനൊന്നുമില്ല. എനിക്ക് എപ്പോഴും താല്പര്യം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ്. എല്ലാവർക്കും മനസ്സിലായോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോണതെന്ന്? എല്ലാരും എന്ന് പറഞ്ഞേ. എല്ലാരും ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു തംസ് അപ്പ് എങ്കിലും തന്നാൽ എനിക്ക് സന്തോഷമാവും. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ നോക്കാം. നമ്മുടെ നോട്ട് വേറെ ആട്ടോ. നമ്മുടെ നോട്ട് ഇതാണ് നമ്മുടെ നോട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നോട്ടിൽ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. നിങ്ങളുടെ ടെക്സ്റ്റ് ഒത്തിരി ഇപ്പൊ തന്നെ നോക്കിക്കേ, പിന്നെ 156 പേജ് ഉണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എങ്ങനെയാണ് തോന്നുന്നു 156 പേജ് ഉണ്ട്. അതിൽ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്താ പറയാ എക്സ്റേ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ടായിരിക്കും നമ്മുടെ നോട്ട്സ്. ഇവിടെ ഇപ്പം ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മുടെ ലിങ്ക് നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിങ്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യും. അപ്പം നമ്മള് ഫസ്റ്റ് യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നോക്കാം. India is one of the oldest civilization in the world and home of 500 million people. കേട്ടോ, ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആണ്, ലോകത്ത് തന്നെയുള്ള ഒരു ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആണ് ഇന്ത്യ. സന ചോദിക്കുന്നുണ്ട് ഇതിന്റെ റെക്കോർഡ് കിട്ടും. തീർച്ചയായും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് ഇതിന്റെ റെക്കോർഡ്. ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും ലീവ് ചെയ്യാം. ലൈവ് കേൾക്കണം എന്ന് നമുക്ക് കേൾക്കാം. ഞാൻ റെക്കോർഡ് അയച്ചു തരുന്നതാണ്. പക്ഷെ മാക്സിമം ലൈവ് കേൾക്കാൻ വേണ്ടി നോക്കാം. അപ്പം ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഇൻ വേൾഡ് ആണ്. ലോകത്തിനുള്ള ഏറ്റവും ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഇന്ത്യ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് കൾച്ചർ ആൻഡ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറാലിറ്റി. ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, പ്ലൂറാലിറ്റി ആണ്. ഒത്തിരി ആളുകൾ എന്താ പറയാ ഒരു മൾട്ടിപ്പിൾ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. 500 million പീപ്പിളും 500 million പീപ്പിൾക്ക് ആളുകൾക്ക് ഹോം കൂടിയാണ് ഇന്ത്യ. It is known for its culture, diversity and plurality. It is beyond the scope of one discipline to capture all the diversity as they are every dimension of life in the population, in the geography, environment, mode of life, livelihood and above all its culture. കണ്ടോ, കൾച്ചറും പ്ലൂരാലിറ്റിയും കൊണ്ട് വളരെ പ്രസിദ്ധമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയും ഒരു പ്രസിദ്ധമായിരിക്കുന്നത് അതിന്റെ കൾച്ചറും പ്ലൂരാലിറ്റിയും കൊണ്ട് തന്നെയാണ്. എന്തിന് പറയണം, നമുക്ക് വേറൊരു രാജ്യത്ത് വേറൊരു സംസ്ഥാനം പോകണം. കേരളം തന്നെ എടുത്തു നോക്കിയാൽ കാസർഗോഡ്
കാസർഗോഡ് തന്നെ തെക്കും വടക്കൊക്കെ വേറെ തന്നെ. പിന്നെ കോഴിക്കോടാണെങ്കിൽ ഒത്തിരി എന്താ പറയാ കൾച്ചറും കാര്യങ്ങളും അല്ലെ, സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടും സാഹിത്യ നഗരം തന്നെയാണ് എന്റെ കോഴിക്കോട്. അപ്പൊ ഒത്തിരി 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 ഡിഫറൻസസ് ഉണ്ട് അല്ലെ. അതാ പറയുന്നത് ഇറ്റ് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് വൺ ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ ആയിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ കാര്യമായിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ എടുത്ത് പഠിക്കാൻ പറ്റില്ല. എവ്രി ഡയമെൻഷൻ ഓഫ് ലൈഫ് ഉണ്ട്. പോപ്പുലേഷൻ, ജോഗ്രഫി അല്ലെ, പല പല ജോഗ്രഫി. ഇപ്പൊ വയനാടാണെങ്കിൽ അത് അങ്ങനെ, ആലപ്പുഴ ആണെങ്കിൽ ഇങ്ങനെ, കോഴിക്കോടാണെങ്കിൽ ഇങ്ങനെ. ഇത് കേരളത്തിന് മാത്രം എടുത്തിട്ടാണ് പറയുന്നത്. ഞാനിങ്ങനെ കേരളത്തിന്റെ പുറത്ത് നോർത്തിലൊക്കെ ആകെ ഡൽഹി മാത്രമൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കുറെ ആധികാരികമായിട്ട് പറയാൻ. എന്നാലും എന്റെ ഫ്രണ്ട് അവള് ഹസ്ബൻഡിനോട് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഐ വാസ് റിയലി ത്രിൽഡ്. ഏതൊക്കെയോ ഹിൽസിലൊക്കെ ഇങ്ങനത്തെ ജോഗ്രഫി ഉള്ളതാണ്. എൻവയോൺമെന്റ്, മോഡ്സ് ഓഫ് ലൈവ്ലിഹുഡ് അല്ലെ, ട്രൈബ്സ്, അതുപോലെ തന്നെ പല പല ഗോത്രവർഗങ്ങൾ, അങ്ങനെ പലതും ഉണ്ട്. ആൻഡ് ഓൾസോ കൾച്ചർ അല്ലെ, മലയാളികൾക്ക് ഒരു കൾച്ചർ, തമിഴൻസിന് വേറെ കൾച്ചർ അല്ലെ. നമുക്ക് വെള്ളം മാത്രം എടുത്ത് നോക്കിയാൽ മതി. തമിഴ്നാട്ടുകാരെ സ്കാസിറ്റി ഉണ്ടാ, അവര് വെള്ളം ഉപയോഗിക്കുന്നത്, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് മാത്രം. ഒത്തിരി ഒത്തിരി കൾച്ചറിലൊക്കെ ഡിഫറൻസ് ആണ്. സോ ഒരു സ്കോപ്പ് അല്ല ഉള്ളത് ഇന്ത്യനെ പറ്റി പഠിക്കുകയാണെങ്കിൽ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. There are 4 broad approaches to study Indian civilization. 4 broad approach ആണുള്ളത് കണ്ടോ. ഇന്ത്യൻ സിവിലൈസേഷൻ പഠിക്കാൻ 4 broad approach ആണ് ഉള്ളത്. There are 4 broad approaches to study Indian civilization. The first section of the unit focus on these approach. കണ്ടോ, ഈ യൂണിറ്റിലെ ഫസ്റ്റ് സെക്ഷൻസ് ഈ അപ്രോച്ചുകളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്ത്യ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആണ് ലോകത്ത് തന്നെ ഉള്ളത്. 500 million പീപ്പിളിന് ഹോം ആണ് ഇന്ത്യ. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, പ്ലൂരാലിറ്റി കൊണ്ടും വളരെ പ്രസിദ്ധമാണ് ഇന്ത്യ. ഇവിടെ ഒരു വിഭാഗം എടുത്ത് പഠിക്കാനുള്ള സ്കോപ്പ് അല്ല, ഒത്തിരി കാര്യങ്ങള് സ്കോപ്പ് ഉണ്ട് ഇന്ത്യയിൽ പഠിക്കാൻ. അങ്ങനെ 4 അപ്രോച്ചുകളാണ് ഇന്ത്യൻ സിവിലൈസേഷൻ പഠിക്കാനുള്ളത്. അത് നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകും. ഓക്കെ ആണോ? Indian population represent a variety of historical migrations. അല്ലെ, ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൈഗ്രേഷൻ ഉണ്ട് ഇന്ത്യൻ പോപ്പുലേഷന് അല്ലെ. പാകിസ്ഥാൻ വിഭജനവും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട്. പിന്നെ ഇന്ത്യയിൽ തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഇപ്പൊ പോണ്ടിച്ചേരി, മാഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൈഗ്രേഷൻ ഉണ്ട്. ദാറ്റ് ഹാസ് റിസൾട്ടഡ് in racial, ethnic and religious diversity. Indian population ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൈഗ്രേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ racial, ethnic and religious diversity ഇന്ത്യയിൽ ഉണ്ട്. The population concentrated in different regions speak diverse language and have a distinct way of life that sets them apart from each other. കണ്ടോ, ഈ ഒത്തിരി പോപ്പുലേഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ട് ഒത്തിരി എന്താണ് ലാംഗ്വേജസ് ഉണ്ട് ഇന്ത്യയിൽ. അവര് ഒത്തിരി ഒത്തിരി വ്യത്യാസം. ഞാൻ പറഞ്ഞില്ലേ, മിസോറാമിന്റെ ഒക്കെ കാര്യം എനിക്ക് അറിയാൻ പറ്റുന്നത്, ഒരു ട്രൈബ് സംസാരിക്കുന്ന ഭാഷ അടുത്ത ട്രൈബിന് മനസ്സിലാവും. The ecological and physiographic variation of different regions of India explain its richness and diversity. കണ്ടോ, എക്കോളജിക്കൽ ആൻഡ് ഫിസിയോഗ്രാഫിക്, എക്കോളജിക്കലി വേരിയേഷൻ ഉണ്ട്, ഫിസിയോഗ്രാഫിക്കലി വേരിയേഷൻസ് ഉണ്ട്. അതൊക്കെ എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ റിച്ച്നെസ് ആണ് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നത്. അത് ഒത്തിരി വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് പഠിക്കാൻ 4 അപ്രോച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യൻ സിവിലൈസേഷനെ പഠിക്കാൻ വേണ്ടി 4 അപ്രോച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ അപ്രോച്ചുകളെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സിവിലൈസേഷൻ ആൻഡ് കൾച്ചറിൽ അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ. ഇത് സൈക്വെസ്റ്റയുടെ നോട്ടാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുക. അതായത് ഒത്തിരി വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റ് എക്സ്ട്രാ റീഡിങ്ങിന് വെക്കാം. പക്ഷെ നമ്മുടെ നോട്ട് വളരെ ക്രിസ്പ്
ടു ദ പോയിന്റ് ആയിരിക്കും. എക്സാം എഴുതാൻ പാകത്തിലുള്ളത്. ഈ ഒരു രീതിയിലാണ് എക്സാം എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾ എപ്പോഴും പോയിന്റ് ആക്കി വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ പറ്റുവാണെങ്കിൽ ഞാൻ അയച്ചുതരാം. അപ്പം അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പം നോക്കാം. ദ ടേം സിവിലൈസേഷൻ കം ഫ്രം ദ ലാറ്റിൻ വേർഡ് സിവിക്സ്. കേട്ടോ, സിവിലൈസേഷൻ എന്ന വാക്ക് വരുന്നത് തന്നെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സിവിക്സ് എന്നാണ്. സിവിക്സിന്റെ അർത്ഥം സിറ്റിസൺ എന്നാണ്, അല്ലെങ്കിൽ ടൗൺസ്മാൻ എന്നാണ്. അതായത് സിറ്റിസൺ എന്നുള്ള ലാറ്റിൻ വേർഡാണ് സിവിക്സ്. ഈ വേർഡിൽ നിന്നാണ് സിവിലൈസേഷൻ എന്നുള്ള വേർഡ് വരുന്നത്. Thus, a semblance of complexity is evident in the definition of civilization. കണ്ടോ, ഇവിടെ സിറ്റിസൺ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. ഈ ഡെഫിനിഷൻ തന്നെ കോംപ്ലക്സിറ്റി അവിടെ വരുന്നുണ്ട്. The term assumes some agriculture. കേട്ടോ, ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ട്, ട്രേഡ് ഉണ്ട്, some evidence of planned dwelling, multiple culture, art, religion, and some administrative and political structure. Civilization എന്ന് പറയുന്നത് സിവിക്സ്, അതായത് സിറ്റിസൺ. ഈ സിറ്റിസൺ എന്ന വാക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഒരാളെ നമ്മൾ നിർവചിക്കുമ്പോൾ അയാളുടെ കൾച്ചർ അല്ലെങ്കിൽ അയാളുടെ ഒരു ജീവിത രീതി നിർവചിക്കുമ്പോൾ അയാളുടേതായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, നമുക്കാണെങ്കിൽ നെല്ല്, നോർത്തിലേക്ക് പോകണമെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ ചോളം, അല്ലെ? നമുക്കായിട്ടുള്ള ട്രേഡ് ഉണ്ട്, പ്ലാൻഡ് ഡ്വെല്ലിംഗ്, മൾട്ടിപ്പിൾ കൾച്ചർ ഉണ്ട്, ആർട്ട്, അല്ലെ? ഇപ്പൊ കേരളത്തിനൊക്കെ ആണെങ്കിൽ കഥകളി അങ്ങനെയൊക്കെ ഉള്ളത്, റിലീജിയൻ ആൻഡ് സം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. സിവിലൈസേഷൻ ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഒരാളുടെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അയാളുടെ അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, ട്രേഡ്, പ്ലാൻഡ് ഡ്വെല്ലിംഗ്, മൾട്ടിപ്പിൾ കൾച്ചർ, ആർട്ട്, റിലീജിയൻ ആൻഡ് സം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണ്. Civilization is a complex of human grouping, society with cultural material and non-material ideational traits and defined qualities. കണ്ടോ, സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ്. നമ്മൾ ഹ്യൂമനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഒരു സിവിലൈസേഷൻ, ഹാരപ്പൻ, മോഹൻജദാരോ സിവിലൈസേഷൻ ഒക്കെ നമുക്ക് കിട്ടില്ലേ? എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഒരു ഹ്യൂമൻ ഗ്രൂപ്പിംഗ് ആണ്. അവരുടെ കൾച്ചറും അവരുടെ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ ട്രൈബ്സ് ഒക്കെ വെച്ചിട്ട് ഒരു കൂട്ടം ആളുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് സിവിലൈസേഷൻ. ഒരു കോംപ്ലക്സ് ആണ്. ഹ്യൂമൻസിനെ ഗ്രൂപ്പ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? അവരുടെ കൾച്ചർ, അവരുടെ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഒക്കെ വെച്ചിട്ട് ഒരു കൂട്ടം ആളുകളെ ഇതൊരു ഗ്രൂപ്പാണെന്ന് പറയാണ്. എന്തിന്റെയൊക്കെ ബേസിൽ? അവർ ചെയ്യുന്ന കൃഷി, അവർ ചെയ്യുന്ന കൾച്ചർ, അവർ ചെയ്യുന്ന ആർട്ടും ഒക്കെ വെച്ചിട്ട് അവരൊരു ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. Thus, the Indus Valley civilization whose society is revealed us through its artifacts and monuments is considered a civilization. Come on, Indus Valley civilization. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹിന്ദു നദീതടത്തിന്റെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ ആർട്ട് ഫാക്ട്സ്, മോണ്യുമെന്റ്സും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഒരു സിവിലൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെ നമ്മൾ ഗ്രൂപ്പ് ആക്കാണ്. എന്ത്? ആ ആളുകൾ ഒരേ രീതിയിലുള്ള ആർട്ടായിരിക്കും ഫോളോ ചെയ്യുന്നത്, ഒരേ രീതിയിൽ അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. India is considered one of the oldest continuing civilization because its origin is traced back to Harappan civilization. India ഒരു ഓൾഡസ്റ്റ് കണ്ടിന്യൂയിങ് സിവിലൈസേഷൻ ആയിട്ടാണ് കാണുന്നത്. ബിക്കോസ് ഈ ഇന്ത്യയുടെ സിവിലൈസേഷൻ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷന്റെ ബാക്കിയായിട്ട് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ടാണ് ഓൾഡസ്റ്റ്. ഹാരപ്പൻ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേയുള്ള സിവിലൈസേഷനാണ്. അതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് നമ്മൾ ഇന്നും എന്താ പറയുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് തന്നെയുള്ള വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആണ് ഇന്ത്യ എന്ന് പറയാൻ. അപ്പൊ എന്താണ് സിവിലൈസേഷൻ? ഒരു കൂട്ടം ആളുകൾ ഒരേ അഗ്രികൾച്ചർ പ്രാക്ടീസ്, ഒരേ ആർട്ട്, ഒരേ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഒക്കെ ഉള്ള ഒരു കൂട്ടം ആളുകളെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് സിവിലൈസേഷൻ. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഓൾഡസ്റ്റ് എന്ന് പറയപ്പെടുന്നത്? പണ്ട് ബിഫോർ ക്രൈസ്റ്റ് ഉള്ള ഒരു സിവിലൈസേഷൻ ആയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആയിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഈ ഒരു സബ്ജക്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആയിരുന്നു. കാരണം ഞാൻ സൈക്കോളജി ടീച്ചറാണല്ലോ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണല്ലോ. പക്ഷെ ഞാൻ ഇപ്പൊ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ സബ്ജക്ട്. ഞാൻ ആദ്യം പറയുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് വായിച്ച്. കാരണം ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി വായിച്ചു. ഇറ്റ് ഇസ് വെരി ഗുഡ്. ഇനി ഇതാണ് കേട്ടോ മെയിൻ ടോപ്പിക് വരാൻ പോകുന്നത്.
കോൺ 1977 എപ്പോഴും ഇത് പ്രപ്പോസ് ചെയ്ത ആളും ആ ഇയറും പഠിച്ചിരിക്കാൻ ശ്രമിക്കാം. Point out that 4 broad approaches അല്ലെങ്കിൽ direction to understand Indian civilization can be derived from these methods. കോൺ എന്ന ആള് 1971 4 അപ്രോച്ചസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിവിലൈസേഷൻ മനസ്സിലാക്കാൻ. ഫസ്റ്റ് വൺ കാറ്റലോഗ് അപ്രോച്ച്, കൾച്ചറൽ എസൻസ് അപ്രോച്ച് ആണ് രണ്ടാമത്തത്, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ആണ് മൂന്നാമത്തത്, അപ്രോച്ചിങ് ഇന്ത്യ ആസ് എ ടൈപ്പ് ഇതാണ് നാലാമത്. നോക്കാം. കാറ്റലോഗിങ് ട്രൈഡ് ഫസ്റ്റ് അപ്രോച്ച് ആണ് കാറ്റലോഗിങ് ട്രൈറ്റ്. അതായത് ട്രൈറ്റ്സ് കാറ്റലോഗ് ചെയ്യാം. അതായത് ഇന്ത്യക്കാർക്കായിട്ട് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങളാണ്. ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടല്ലേ, എന്താണ് നമ്മുടെ ഏറ്റവും വലിയൊരു മലയാളിക്ക് എടുത്തത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ത്വര നമ്മൾക്കുണ്ട്. വെസ്റ്റേണേഴ്സ് ഒക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, ചുമ്മാ ഞാൻ പറയാട്ടോ, നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിൽ ഒരു പെൺകുട്ടി ബിക്കിനി ഇട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ആളുകളുടെ കൂട്ടമായിരിക്കും. നേരെ ബസ് നിങ്ങൾ ഫ്ലോറിഡയിലോ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൺട്രിയിലാണോ അത് ചെയ്യുന്നത്, മറ്റൊരാൾ മൈൻഡ് ചെയ്യ പോലുമില്ല. ഇപ്പൊ ഇൻഫാക്ച്വേഷൻ പീരീഡിലൊക്കെ ആണെങ്കിൽ, അതായത് ഈ അഡോളസൻസ് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഹോർമോണൽ ഡിഫറൻസ് വരുമ്പോൾ അവർ കുറച്ച് എന്താ പറയാ ഇൻഫാക്ച്വേഷൻ ട്രൈറ്റ്സ് കാണിക്കാറുണ്ട്. പുറത്ത് കിസ് ചെയ്യുക അങ്ങനത്തെ ഒക്കെ കാണിക്കാറുണ്ട്. പുറത്തൊക്കെയാണ് അവരത് മൈൻഡ് ചെയ്യില്ല, അവർ ചൈൽഡിഷ് ആയിക്കാണ്. നമ്മുടെ നാട്ടില് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന 2 കുട്ടികൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അപ്പൊ നമുക്കായിട്ട് കുറച്ച് ട്രൈബ്സ് ഉണ്ട്, സദാചാര ബോധം. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് മോനൊക്കെ ഉണ്ടായിട്ടുള്ള സമയത്താട്ടോ ഞാൻ കോളേജിൽ കല്യാണം കഴിഞ്ഞ് മകനുണ്ടായ ശേഷമാണ് ഞാൻ BSc സൈക്കോളജി പഠിച്ചത്. അപ്പം ഞാൻ കോഴിക്കോട് സരോവരം പാർക്കിൽ ഒരു ദിവസം ഹസ്ബൻഡ് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സിൽക്കി വെഡിങ് ഒരു ഷോപ്പ്, അവിടെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കയറാന്ന് വെച്ചിരുന്നു. I was wearing my college tag and college bag ഒക്കെ. ഞങ്ങളോട് വന്ന ആൾക്കാർ എന്താ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഷോക്ഡ്, കാരണം മാരീഡ് ആയിട്ടുള്ള ആളാണ് എന്നിട്ട് പോലും. സോ അങ്ങനെ കുറച്ച് സദാചാര ബോധവും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ട്രയൽസ്, അത് ഒരൊറ്റ ട്രയറ്റാണ്, ഒത്തിരി ട്രയറ്റുകൾ നമുക്കുണ്ട് അല്ലെ. ഇതാണ് കാറ്റലോഗിങ് ഓഫ് ട്രൈറ്റ്. This approach entails a recording of traits, institutions and qualities that are assumed to be essentially Indian. ഇന്ത്യൻ ആയിരിക്കാൻ വേണ്ടി എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. ഒറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, മൂത്തവരെ ബഹുമാനിക്കുക അല്ലെ. ഈവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ പോലും ചില ആളുകൾക്ക് പോലെ കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചറാണത്. അല്ലെങ്കിൽ ചേട്ടാ, ചേച്ചി, സർ. നിങ്ങൾ പുറത്തുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ, ഫിലിംസ് ഒക്കെ? അവർ ടീച്ചേഴ്സിന് അവരുടെ പേര് വെച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുക. മിസ്റ്റർ ജോൺ, മിസ്റ്റർ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേര് വെച്ചിട്ടാണ്. അത് നമ്മൾ ഇന്ത്യയുടെ ഒരു ട്രൈറ്റാണ്. മൂത്തവർ എന്ത് പറഞ്ഞാലും എതിർത്ത് പറയരുത്. അതിനെ നമ്മൾ തർക്കുത്തരമായിട്ടാണ് പറയുന്നത്. നിങ്ങളെ പിള്ളേരെ പഠിപ്പിക്കല്ലിട്ട് ആ ട്രൈറ്റ് ഭയങ്കര. കാരണം റെസ്പെക്ട് ഇസ് ഗിവ് ആൻഡ് ടേക്ക്. പ്രായത്തിൽ മൂത്ത ഒരാള് പൊട്ടത്തന്നെ വിളിച്ചു പറഞ്ഞെന്ന് വെച്ചിട്ട് അത് തൊണ്ട തൊടാതെ കേട്ട് നിൽക്കരുത് എന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ ശരിക്കും ഇന്ത്യൻ കൾച്ചർ അതാണ്. ഈ കാല് തൊട്ട് വണങ്ങലും ആ സാധനങ്ങളൊക്കെ ഇറ്റ് ഇസ് ഗുഡ്, ബട്ട് സെയിം ടൈം ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. കാരണം ഒരു പ്രായത്തിൽ മൂത്ത ആള്, ചില കേസ് ഒക്കെ ഉണ്ട്, നമ്മുടെ പ്രായത്തിൽ മൂത്ത ആളല്ലേന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോമഡി പോലെ പറയാണ്. നമ്മള് ജയ 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 ഹേ എന്നുള്ള സിനിമയില് ആ പെൺകുട്ടിയുടെ കോളേജിൽ പോക്ക് പോലും കൊടുക്കുന്ന ആ അമ്മാവൻ എന്ന ക്യാരക്ടറാണ്. അവിടെ നമുക്ക് എതിർത്ത് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് വി ഹാവ് ദാറ്റ് കൾച്ചർ, എസെൻഷ്യലി ഇന്ത്യൻ കൾച്ചർ. അതുപോലെ തന്നെ ഭർത്താവിന്റെ കാല് തൊട്ട് വന്ദിച്ച് തുടങ്ങുന്ന ഭർത്താവ് എന്ത് പറഞ്ഞാലും എതിർത്ത് പറയുന്നൊക്കെ പറയുന്ന കുറെ ഒരു ഹസ്ബൻഡിന് ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു പെട്രിയാർക്കിയൽ സിസ്റ്റം, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മള് കൾച്ചറിൽ. ഇതാണ് ട്രൈറ്റ്, എസെൻഷ്യലി ഇന്ത്യൻ ആയിരിക്കാവുന്ന ട്രൈറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്വാളിറ്റീസ്. The variations and deviation that India may represent are examined in terms of statistical measure of mean or mode. മീനും മോഡും വെച്ചിട്ട് തന്നെയാണ് ഈ വേരിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഈ വേരിയേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിയുടെ മീനും മോഡൊക്കെ വെച്ചിട്ടാണ്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് പോപ്പുലേഷൻ റിഫ്ലക്ട് ഡൈവേഴ്സിറ്റി വിച്ച് മേ ബി explicable in terms of geographical, ecological, religious, class or religious difference. ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ്, നാനാത്വം തന്നെ പറയാം, വൈവിധ്യങ്ങളാണ് അല്ലെ. ജോഗ്രഫിയുടെ കാര്യം ഇപ്പൊ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ ജോഗ്രഫി വളരെ ഡിഫറെന്റ് ആണല്ലേ. വയനാടും
കുട്ടനാടും ഒക്കെ അല്ലെ, ജോഗ്രഫിക്കലി വ്യത്യാസമുണ്ട്, എക്കോളജിക്കലി വ്യത്യാസമുണ്ട്. റിലീജിയനാണെങ്കിൽ പിന്നെ പറയണ്ട, ഒരു റിലീജിയനൊക്കെ അതിന്റെ ക്ലാസ്സസ് ആണെങ്കിലും പറയണ്ട, ക്ലാസ്സുകള് religious difference ഒക്കെ ഉണ്ട്. However, the emphasis of this approach is to list out tribes or qualities that are distinctly Indian or contribute to India. ഇങ്ങനെയൊക്കെ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന, നമ്മൾ അറിയില്ലേ, ഫുജേറ ബീച്ചിലൊക്കെ ഈ മദാമകളൊക്കെ വായി നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവനൊരു ഇന്ത്യക്കാരനായിരിക്കും, അല്ലെങ്കിൽ മലയാളി ആയിരിക്കും അല്ലെ. നമുക്കാണ് ആ ഒരു സാധനം ഉള്ളത്. അതാണ് ഇത്രയൊക്കെ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാരെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ തമാശയാക്കി പറയാട്ടോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന സംസ്കാരം അല്ലെ, അവിടെ ഒരു ഇന്ത്യൻസ് എന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. ഇങ്ങനെ ക്വാളിറ്റി പരമായിട്ട് അല്ലെങ്കിൽ ട്രൈബ്സ് പരമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ത്യൻ സിവിലൈസേഷൻ. ഇതാണ് ഫസ്റ്റ് വൺ പഠിക്കാൻ നമുക്ക്. ഏത് നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ പഠിക്കുന്നത് ഫസ്റ്റ് അപ്രോച്ച് ആണ് കാറ്റലോഗിങ് ഓഫ് ട്രൈബ്സ്. ഇന്ത്യക്കാരൻ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ കൂടിയും വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാരനായിരിക്കാവുന്ന ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഇതാണ് ഇന്ത്യൻ സിവിലൈസേഷൻ പഠിക്കാനുള്ള ആദ്യത്തെ അപ്രോച്ച്. ഓക്കെ ആണോ? രണ്ടാമതാണ് ദ റീഡിങ് ഓഫ് കൾച്ചറൽ എസെൻസ്. കൾച്ചറൽ എസെൻസ്, കൾച്ചർ എന്ന് പറയുന്ന ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് അല്ലെ? കുറച്ചു കാലം മുന്നേ ആണെങ്കിൽ ഭർത്താവിന്റെ ചിതയിലോട്ട് ചാടി മരിക്കുന്ന വരെയുള്ള ഒരു അവസ്ഥയുള്ളൊരു നാടായിരുന്നു ഇന്ത്യ അല്ലേ? സദ്യ എപ്പോഴല്ല, ഇപ്പോഴും ഉണ്ട് അല്ലേ? താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്ര കുത്തുന്നവർക്ക് മറയ്ക്കാൻ പോലും അവകാശമില്ലാതിരുന്ന, അവർക്ക് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ള ഒരു സ്ഥലം കൂടെയാണ്. കൾച്ചർ വളരെയധികം പ്രൊമിനന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യ. ഇന്ത്യൻ സിവിലൈസേഷൻ പഠിക്കുന്ന കൾച്ചർ എന്തായാലും പഠിക്കണം. ദ കൾച്ചറൽ എസെൻസ് റിഫ്ലെക്ട് ഇന്ത്യ ഇൻ ഇറ്റ്സ് ട്രൂ സ്പിരിറ്റ് which has embodied over the years in the wake of historical and various other agencies. കണ്ടോ, കൾച്ചറൽ എസെൻസ് റിഫ്ലെക്ട് ഇന്ത്യ ട്രൂ സ്പിരിറ്റ് ആണ്. അവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഹിസ്റ്ററിന്നും അതർ എക്സിജൻസിന്നും ഒക്കെ എന്താണ് ഇന്ത്യൻ കൾച്ചർ. It indicates India is not statistically measurable, rather its essence may be understood in terms of concept like unity, diversity. നമ്മൾ പറഞ്ഞല്ലോ, കാറ്റലോഗിങ് ഓഫ് ട്രൈബ്സ് നമുക്ക് മീനും മോഡൊക്കെ വെച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കാം, പക്ഷേ കൾച്ചർ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കാൻ പറ്റില്ല. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് കൾച്ചർ നമുക്ക് പഠിക്കാം. അതുപോലെ ടോളറൻസ് ആൻഡ് ബ്രദർഹുഡ്, സഹനശക്തിയും ബ്രദർഹുഡ്, സാഹോദര്യം, റെസ്പെക്ട് ഫോർ ദ സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കൾച്ചർ എസെൻസ് പഠിക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കാൻ പറ്റില്ല. അവിടെ കോൺസെപ്റ്റ് ആയിട്ടുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ടോളറൻസ് ആൻഡ് ബ്രദർഹുഡ്, റെസ്പെക്ട് ഫോർ സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ എന്നൊക്കെ രീതിയിലാണ് നമുക്ക് കൾച്ചർ പഠിക്കാൻ പറ്റുക. ദ കോൺസെപ്റ്റ് ഓഫ് എത്തോസ് ഇസ് essentially abstract and reductive in nature. It again is highly subjective as a concept. Concept of ethos പറഞ്ഞ കേട്ടോ. ഈ എത്തോസ് എന്ന് പറയുന്നത്, ethos share a root with the words ethics. This is helpful in remember because speakers often കുറച്ചുകൂടെ നല്ല ഏതെങ്കിലും ഡെഫിനിഷൻ പറയാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്തോസ് ഉണ്ട് കേട്ടോ. 2 മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. എത്തോസ് കാണുന്നില്ലല്ലോ. എത്തോസ് എന്ന് പറയുന്നത് മോഡ് ഓഫ് പെർസ്വേഷൻ ആണ്. മോഡ് ഓഫ് പെർസ്വേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് പറഞ്ഞു മാറ്റുക എന്നുള്ളതാണ്. പറഞ്ഞു മാറ്റുക. ഇപ്പൊ ഞാൻ പറയാം സൈക്കോളജി അടിപൊളിയാണ്, നിങ്ങൾ സൈക്കോളജിയിൽ ജോയിൻ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നത് പെർസ്വേഷൻ ആണ്. ഈ പെർസ്വേഷന്റെ ഒരു മോഡാണ് എന്ത്,
എത്തോസ് എന്ന് പറയുന്നത്. അത് റീഡേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ethos എന്ന് പറയുന്നത്. Ethos is an argument that appeals to the audience by emphasizing the speaker's credibility and authority. സ്പീക്കറുടെ ക്രെഡിബിലിറ്റി അതോറിറ്റി ഒക്കെ കൊണ്ടുവരുന്ന മറ്റൊരാളെ പറഞ്ഞു മാറ്റാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു എഴുത്തിനെയാണ് അല്ലെങ്കിൽ സംസാരത്തിനെയാണ് നമ്മൾ എത്തോസ് എന്ന് പറയുന്നത്. ഈ എത്തോസ് അബ്സ്ട്രാക്റ്റ് ആണ്, ഡിഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. നമ്മുടെ കൾച്ചറിൽ എത്തോസ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിഡക്റ്റീവ് ആണ്, വൈവിധ്യപ്പെട്ട് കിടക്കാണ്. അത് ഹൈലി സബ്ജക്റ്റീവ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ എഴുതുകയാണെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിലേക്ക് വരുമ്പം എത്തോസ് അബ്സ്ട്രാക്റ്റീവ് ആണ്, ഡിഡക്റ്റീവ്. ഒന്നിൽ നിന്ന് ഇങ്ങനെ ഡിഡക്റ്റീവായിട്ട് പോകുന്നു. അതാണ് എത്തോസ്. എസെൻഷ്യലി അബ്സ്ട്രാക്റ്റ് ആണ്, ഡിഡക്റ്റീവ് ഇൻ റേഞ്ച് ആണ്, പക്ഷെ സബ്ജക്റ്റീവ് ആണ്. ഞാൻ എഴുതുന്നതിന്റെ സബ്ജക്റ്റിൽ ഞാൻ പറയുന്നതിന്റെ സബ്ജക്റ്റീവ് ആണെങ്കിൽ പോലും കൾച്ചറിനെ പറ്റി ഒരു ഇന്ത്യക്കാരൻ പറയുന്നു, ആർഗ്യുമെന്റ് ചെയ്യുന്നതോ എഴുതുന്നതോ അബ്സ്ട്രാക്റ്റ് ആണ്, ഡിഡക്റ്റീവ്. അപ്പോ കൾച്ചറൽ എസെൻസ് ഓഫ് ഇന്ത്യ അതിന്റെ ട്രൂ സ്ക്രിപ്റ്റ് ആണ്. അത് ഹിസ്റ്റോറിക്കൽ ആൻഡ് വേരിയസ് അതർ ഏജൻസീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാണന്റെ പാട്ടിൽ നിന്നും ഒക്കെ അല്ലേ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് കൾച്ചർ മെഷർ ചെയ്യാൻ പറ്റുക? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ടോളറൻസ് ആൻഡ് ബ്രദർഹുഡ്, റെസ്പെക്ട് ഓഫ് ദി സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ എന്നൊക്കെയുള്ള കോൺസെപ്റ്റിൽ കൂടിയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഈ എത്തോസ് എന്ന കോൺസെപ്റ്റ് ഇന്ത്യൻ കൾച്ചറിലേക്ക് വരുമ്പോൾ ഡിഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്, അബ്സ്ട്രാക്റ്റ് ആണ്, സബ്ജക്റ്റീവ് ആണെങ്കിൽ. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം മാം. എടാ, കൾച്ചർ ഓറിയന്റഡ് ആണ് ഇന്ത്യ അല്ലേ? അത് ട്രൂ സ്പിരിറ്റ് തന്നെയാണ് ഇന്ത്യയിലുള്ള കൾച്ചർ എന്ന് പറയുന്നത്. അത് ഹിസ്റ്റോറിക്കലി ഇത് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരികയാണ്. അവിടെ ഒരിക്കലും ഇന്ത്യയുടെ കൾച്ചർ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ചില കോൺസെപ്റ്റ് വെച്ചാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ടോളറൻസ് ആൻഡ് ബ്രദർഹുഡ്, റെസ്പെക്ട് ഫോർ ദ സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ. അതുപോലെ കോൺസെപ്റ്റ് ഓഫ് എത്തോസ് ഉണ്ട്. എത്തോസ് എന്ന് പറയുന്നത് നമ്മൾ പെർsuade ചെയ്യാൻ, നമ്മളെ ഹിസ്റ്ററിനെ പറ്റിയിട്ട് നമ്മൾ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ചെയ്യാണ്. അതിനാണ് എത്തോസ് എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ കൾച്ചറിന്റെ എത്തോസ് അബ്സ്ട്രാക്റ്റും ആണ്, ഡിഡക്റ്റീവ് ആണ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഇങ്ങനെ പല ഇതായിട്ട് പോകുന്നതിനാണ് ഡിഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. സബ്ജക്റ്റീവ് ആണെങ്കിൽ പോലും അബ്സ്ട്രാക്റ്റ് ആണ്, ഡിഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഓക്കെ ആണോ? മൂന്നാമത്തെ അപ്രോച്ച് ആണ് സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. The cultural communication approach entitles focus on the way and processes through which the content of the civilizational system are transmitted and communicated through different level of society. ഈ cultural communication approach എന്ന് പറയുന്നത് process through which content of the civilization system അല്ലെ, നമ്മളെ സിവിലൈസേഷൻ സിസ്റ്റത്തിൽ ഒത്തിരി കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ലെവലിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പല ലെവൽ ഓഫ് ദി സൊസൈറ്റി, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അല്ലെങ്കിൽ കാസ്റ്റ്, റിലീജിയസ്, പല രീതിയിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനാണ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഓണത്തിന്റെ തലേ ദിവസറ്റാണ് നിങ്ങള് ചുമ്മാ പറയാട്ടോ, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയണം. അടിച്ചു വാരി തീയിട്ട് കത്തിക്കല് ഞങ്ങള് കോഴിക്കോട്ടുകാർ വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. നോമ്പ് വരുന്നതിനും തൊട്ട് മുന്നേ ആയിട്ട് നനച്ചുള്ളി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. വീട് മൊത്തം ക്ലീൻ ചെയ്യും ടു വെൽക്കം നോമ്പ് അല്ലെങ്കിൽ റമദാൻ അല്ലേ? കണ്ടോ? അവിടെ എന്താണ് കണ്ടന്റ് ഓഫ് ദി സിവിലൈസേഷൻ സിസ്റ്റം ട്രാൻസ്മിറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ, ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട്. ഇറ്റ് ഡ്രോസ് അറ്റൻഷൻ ടുവേർഡ് ദ സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ of the Indian civilization. The work of social anthropologists Mackie Marriott and Robert Redfield provides a significant basis to understand the unity and interdependence of various parts of civilization entity. അതായത് ഈ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അറ്റൻഷൻ എടുക്കുന്നുണ്ട് സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെ? ഈ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇന്ത്യൻ സിവിലൈസേഷന്റെ സ്ട്രക്ചർ പല പല ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നത്. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഇന്ത്യ എന്താണെന്ന് നമ്മൾ ഇങ്ങനെ പല ക്ലാസ്സിലേക്ക് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഇതിനെ പറ്റിയിട്ട് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് മെക്കി മാരിയോട്ടും റോബർട്ട് റെഡ്ഫീൽഡും ഒരു സിഗ്നിഫിക്കന്റ് ബേസിസ് പറയുന്നുണ്ട്. Marriott highlights cultural synthesis and interaction between great tradition and little tradition while focusing on festivals celebrated in small North Indian village Kishangiri in Uttar Pradesh. Okay.
മാരിയോട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കൾച്ചറൽ സിന്തസിസ് ആൻഡ് ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും അല്ലെ. ഗ്രേറ്റ് ട്രഡീഷൻ ഉണ്ട്. ഇപ്പൊ ക്രിസ്മസ് ആയിക്കോട്ടെ, ചുമ്മാ പറയാട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, റമദാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ അങ്ങനത്തെ ഒക്കെ നമ്മൾ എന്തെങ്കിലും ആവുന്നുണ്ട്, ശ്രീകൃഷ്ണ ജയന്തി, അതൊക്കെ എല്ലാവരും കൊണ്ടാടുന്നുണ്ട്. നേരെ മറിച്ച് തൃശ്ശൂർ പൂരം തൃശ്ശൂരിൽ മാത്രമുള്ളതാണ്. അതാണ് മാരിയോട്ട് ഹൈലൈറ്റ് cultural synthesis and interaction between great tradition and little tradition by focus on festivals celebrated in small northern village Kozhikkod in Uttar Pradesh. Similarly, Redfield analysis reflect constant interaction and communication between great tradition and little tradition in the form of folk-urban continuum, which stands for a symbolic and interdependent relation between the two. ഇവർ രണ്ടുപേരും ഈ ഒരു എന്താ പറയാ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും വരുന്നുണ്ട്. ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാ? നമ്മൾ പല ആളുകൾ ലെവലിലേക്ക് ഇത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാരിയോട്ട് പഠിച്ചത് ഒരു കിഷഗിരി ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഒരു ആചാരവും മൊത്തത്തിലുള്ള ആചാരം എടുത്തിട്ടാണെങ്കിൽ, റെഡ്ഫീൽഡ് അനാലിസിസ് ചെയ്തത് ഇന്ററാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും ഫോക്സ് വെച്ചിട്ടാണ്. ഫോക്സിൽ ഫോക്ക് urban കോണ്ടിനം, നാടോടി, അത് വെച്ചിട്ട്. അപ്പൊ അത്രയുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് അത് ശരിക്കും എന്താണ്, പ്രോസസ് ത്രൂ വിച്ച് കണ്ടന്റ് ഓഫ് ദി സിവിലൈസേഷൻ പല ക്ലാസ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു പോകരുത്. സംസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ പല ക്ലാസ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇതിനെപ്പറ്റി പഠിച്ച സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ മാരിയോട്ട് എടുത്ത് പഠിച്ചത് ഫെസ്റ്റിവൽസിനെ വെച്ചിട്ടാണ്. റെഡ്ഫീൽഡ് പഠിച്ചത് ഫോക്ക് അർബൻ കോണ്ടിനം വെച്ചിട്ട്. ഗ്രേറ്റ് ട്രഡീഷൻ ഉണ്ട് മൊത്തത്തിൽ ഇന്ത്യ, ലിറ്റിൽ ട്രഡീഷൻ ഉണ്ട് ഒരു ഏരിയയിൽ മാത്രം. ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നത് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ വഴി. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി നാലാമത്തെ അപ്രോച്ച് ആണ് അനലൈസിംഗ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ ടൈപ്പ്, ഒരു ടൈപ്പ് ആയിട്ട്. This approach is predominantly popular with the comparative sociologists. According to this approach, Indian civilization is seen as a distinct type in juxtaposition with other societies and cultures. കണ്ടോ, അതർ സൊസൈറ്റിനെയും കൾച്ചറിനെയും കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു ടൈപ്പാണ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ് ഇന്ത്യൻ civilization as a type. The emphasis is to view Indian society as a traditional society which is experiencing process such as modernization and illustrate culture, social and historical. കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ്. കമ്പാരിറ്റീവ് സോഷ്യോളജിസ്റ്റ് ആണ് ഈ അപ്രോച്ച് നോക്കുന്നത്. അതായത് ഇന്ത്യൻ സിവിലൈസേഷൻ ഒരു ഡിസ്റ്റിങ് ടൈപ്പ് ആണ് അതർ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അവർ കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു അപ്രോച്ചാണ് അനലൈസിംഗ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ ടൈപ്പ്. The aim is, however, not to read distinct values or aspects that are unique to India's structure, but typify it on the basis of what it has in common with other societies and culture, and then examine variations. ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നമുക്ക് മാത്രമുള്ള സാധനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കൾച്ചറും മറ്റൊരു കൾച്ചറും നമ്മളുടെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യും. ഇതാണ് ഈ ഒരു അപ്രോച്ച്. അതായത് മറ്റു സൊസൈറ്റിനെ നമ്മുടെ സൊസൈറ്റിയിലേക്ക്, മറ്റു സിവിലൈസേഷനെ നമ്മുടെ സിവിലൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ, വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് മാത്രമുള്ള സാധനം കെട്ടിപ്പടുക്കാനല്ല, സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി. അപ്പൊ ഈ 4 അപ്രോച്ചുകളിലൂടെയാണ് നമ്മൾ ഇന്ത്യൻ സിവിലൈസേഷൻ പഠിക്കുന്നത്. ഇന്ത്യക്കാരെന്ന് മാത്രമുള്ള ട്രൈബ്സ്, അതാണ് കാറ്റലോഗിങ് ഓഫ് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യനസ് എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് പഠിക്കാം. പിന്നെ കൾച്ചറൽ എസെൻസ് പഠിക്കുന്നവരുണ്ട്. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി അല്ല, കണ്ടന്റ് കോൺസെപ്റ്റ് വൈസ് ആണ് പഠിക്കുന്നത്. പിന്നെ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ഈ ഒരു കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. 4മത്തത് ഇന്ത്യൻ സിവിലൈസേഷനെ മറ്റൊരു സിവിലൈസേഷനുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കുന്ന ഒരു അപ്രോച്ച്. അതൊരിക്കലും അത് ചെയ്യുന്ന ആരാണ്? കമ്പാരിറ്റീവ് സോഷ്യോളജിസ്റ്റുകൾ. ഒരിക്കലും യൂണീക്ക് ആയിട്ട് ഇന്ത്യക്കുള്ള സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, മറിച്ച് എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്? ഇന്ത്യയും മറ്റ് സിവിലൈസേഷനുള്ള സാമ്യതകൾ പഠിക്കാൻ ആൻഡ് വേരിയേഷൻസ് എക്സാമിൻ ചെയ്യും. ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ, അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ 10 മാർക്കിന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ നാളെ നമ്മൾ എടുക്കുന്നതാണ്.
നാളത്തോടെ ഫ്രീ ക്ലാസ് അവസാനിക്കുന്നതാണ്. നാളെ ഇതേ സമയം ഇന്ത്യൻ സൊസൈറ്റിയുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. നിങ്ങളുടെ ഒരു വാല്യുബിൾ ഫീഡ്ബാക്ക് ഞാൻ പങ്കെടുത്തവർ ഗ്രൂപ്പിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു. The class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ it's me, Abdul, Nafi, signing off. Bye and take care. Thank you, ma'am.